തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ്. മുൻ എംഎൽഎ KS ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി. കവടിയാറിൽ നിന്നാണ് ശബരിനാഥൻ മത്സരിക്കുന്നത്. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഘടകകക്ഷികളുമായി ആലോചിച്ച് ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ KS ശബരിനാഥ്, അദ്ദേഹം അരീക്കര ഏതാണ്ട് ഒരു ബൈ ഇലക്ഷനിലും പൊതു തെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുഭാഷ്, അദ്ദേഹമാണ് കിണവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. മുമ്പ് പലതവണ നഗരസഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ശ്രീ D അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി. പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന മീതു രഘുവരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കൊടപ്പനക്കുന്നിൽ മത്സരിക്കുന്ന ശ്രീമതി അനിത, അവർ മുൻ കൗൺസിലിൽ അംഗമായിരുന്നു. അവരും മത്സരിക്കുന്നത് വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് മുട്ടടയിൽ മത്സരിച്ചത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് 10 നിന്ന് 51 ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കെ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. ഏത് രീതിയിലായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ആദ്യം തന്നെ ഇറങ്ങിയിരിക്കുന്നു? അത് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടോ UDF-ന്? സുജി, അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു പുതിയ ശൈലിയാണിത്. തെരഞ്ഞെടുപ്പുകളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, കളം പിടിക്കുക. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ്. അത് ഏതാണ്ട് വിജയിച്ചു എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറി വിജയം ലക്ഷ്യമിട്ട വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. 48 പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ അട്ടിമറി വിജയം ലക്ഷ്യമിട്ട് KS ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു നിര സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നു. 101 ഡിവിഷനുകളാണ് ഇനി തെരഞ്ഞെടുപ്പിലുണ്ടാവുക. 101 ഡിവിഷനിൽ ഏതാണ്ട് 16 ഡിവിഷനുകളായിരിക്കും ഒരുപക്ഷെ ഘടകകക്ഷികൾക്ക് മാറ്റിവെക്കുക. മറ്റ് ഡിവിഷനുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും ഏറെ വൈകാതെ തന്നെ തീരുമാനിക്കാനാണ് സാധ്യത. ഏതായാലും ഈ തവണ റിബൽ ശല്യമില്ലാതെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നേരത്തെ തന്നെ പ്രചാരണത്തിൽ സജീവമാകുക എന്ന തീരുമാനമാണ് എടുത്തത്. ഈ തവണ സാഹചര്യങ്ങൾ അനുകൂലമാണെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗത്തിൽ അങ്ങനെയാണ് വിലയിരുത്തിയത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം KPCCയിൽ റിപ്പോർട്ട് സമർപ്പിച്ച നേതാക്കൾ പറഞ്ഞത് വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം കെ മുരളീധരനാണ് തിരുവനന്തപുരത്ത് ചുമതല. മുരളീധരൻ മുഴുവൻ സമയം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാകട്ടെ, എല്ലാത്തിലും മുരളീധരൻ മുന്നിൽ തന്നെയുണ്ട്. മുരളീധരൻ്റെ ഏറ്റവും നിർണായക നീക്കം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുക. ഏതായാലും നാളെ മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ അവർ ഡിവിഷനുകളിലേക്ക് വോട്ട് തേടി ഇറങ്ങിക്കഴിയും. തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നവംബർ 10-നിടയിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രഖ്യാപിക്കാം. അതിനു മുമ്പ് ആദ്യം ഡിവിഷനിൽ വോട്ട് തേടുന്ന സ്ഥാനാർത്ഥികൾ UDF-ൻ്റെതാകണം എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അത് തിരുവനന്തപുരത്ത് അത് വിജയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. റിബൽ ശല്യമില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായി ഇത് മാറാൻ സാധ്യതയുണ്ട്. സാധാരണ ഈ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന റിബൽ ശല്യമാണ്. ഈ തവണ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ തന്നെ അവിടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്.